ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് എങ്ങനെ ISO ഇമേജ് CD-യിലോട്ട് റൈറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു DVD CD 4.7 GB വരുന്ന ഒരു DVD മേടിച്ചിട്ടുണ്ട്. അതേപോലെ ഒരു ISO ഫയലും ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. എങ്ങനെ ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളത് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുക്കാം. നമ്മുടെ ഈ ഒരു ISO ഫയൽ ഏകദേശം 3.9 GB സ്പേസ് വരുന്നുണ്ട്. ഞാൻ എൻ്റെ CD ഇതിനകത്ത് നമ്മുടെ സിസ്റ്റത്തിൽ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും വരിക. കാരണം ഇത് ഫ്രഷ് ആണ്, ഇതുവരെ യൂസ് ചെയ്യാത്ത CD ആണ്. യൂസ് ചെയ്ത CD നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ വേണ്ടത് ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് പ്രോപ്പർട്ടീസിൽ ഓപ്പൺ വിത്ത് എന്നുള്ളത് വിൻഡോസ് എക്സ്പ്ലോറർ ആണെന്ന് ഉറപ്പ് വരുത്തുക. അല്ലാന്നുണ്ടെങ്കിൽ അത് വിൻഡോസ് എക്സ്പ്ലോററിലോട്ട് ഡിഫോൾട്ട് സെറ്റ് ചെയ്ത് വെക്കണം. ഇതേപോലെ സെറ്റ് ചെയ്താൽ മതി. എന്നിട്ട് അപ്ലൈ ചെയ്ത് ഓക്കെ കൊടുക്കണം. അതിനുശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ബേൺ ഡിസ്ക് ഇമേജ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പം കുറച്ച് സമയത്തിന് ശേഷം ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. ഇതിനകത്ത് നമ്മൾ ഓപ്പൺ കൊടുക്കുക. ഇവിടെ നമ്മുടെ ആ ഒരു CD-യുടെ പാത്ത് ചോദിക്കും. എൻ്റേത് ഇവിടെ ഇ ഡ്രൈവ് ആണ്. അത് ഒന്ന് ഉറപ്പിച്ചതിന് ശേഷം അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ബേൺ എന്ന് കൊടുക്കുക. ഇങ്ങനെ കൊടുക്കുമ്പോൾ കുറച്ച് സമയം ഈ ഒരു ഇമേജ് ഫയൽ നമ്മുടെ CD-യിലോട്ട് റൈറ്റ് ആകാൻ വേണ്ടിയിട്ട് ടൈം എടുക്കും. എൻ്റെ കയ്യിലുള്ളത് ഞാനിപ്പോൾ ഇൻസേർട്ട് ചെയ്തിട്ടുള്ള DVD എന്ന് പറയുന്നത് 4.7 GB കപ്പാസിറ്റി ഉള്ളതാണ്. എൻ്റെ ഇമേജ് ഫയൽ എന്ന് പറയുന്നത് 3.9 GB മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇതിലോട്ട് റൈറ്റ് ചെയ്യാനുള്ളത്. നിങ്ങളുടെ കയ്യിലുള്ള ISO ഇമേജിൻ്റെ സൈസ് അനുസരിച്ചിട്ട് വേണം നിങ്ങൾ DVD മേടിക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ മാത്രമേ അതിനകത്തേക്ക് അത് റൈറ്റ് ആവുകയുള്ളൂ. OSൻ്റെ ISO ഫയൽ എങ്ങനെ ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അത് നോക്കിയിട്ട് നിങ്ങൾക്ക് വിൻഡോസിൻ്റെ തന്നെ മൈക്രോസോഫ്റ്റിൻ്റെ ഡയറക്റ്റ് വെബ്സൈറ്റിൽ ചെന്നാൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഇമേജ് ഫയൽസ് ISO ഫയൽസ് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. നമ്മളിങ്ങനെ യൂസ് ചെയ്യുമ്പോൾ ഫ്രഷ് CD ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. ഒരു പ്രാവശ്യം നമ്മൾ അത് ഉപയോഗിച്ച് ഓപ്പൺ ചെയ്തതിന് ശേഷം എന്തെങ്കിലും കോപ്പിയോ കാര്യങ്ങളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു CD നമുക്കിങ്ങനെ റൈറ്റ് ചെയ്യാൻ പറ്റില്ല. എൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് Windows 11 ആണ്. Windows 11 ഇതേപോലെ ആയിരിക്കും വരിക. 10 ചെറിയൊരു ഡിഫറൻസ് ഉണ്ടാവും. അതിനുശേഷം ഇപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കംപ്ലീറ്റ് ആകുമ്പോൾ ക്ലോസ് എന്നുള്ള ഒരു ഐക്കൺ വരും. ഓട്ടോമാറ്റിക് നമ്മുടെ CD ഇജക്റ്റ് ആവുകയും ചെയ്യും. ഇപ്പം നമ്മുടെ ഇമേജ് ഫയൽ ISO ഫയൽ നമ്മുടെ CD-യിലോട്ട് കംപ്ലീറ്റ് ആയിട്ട് റൈറ്റ് ആയിട്ടുണ്ട്. ഇപ്പം എൻ്റെ സിസ്റ്റത്തിൽ നിന്ന് CD ഓട്ടോമാറ്റിക് ഇജക്റ്റ് ആയി വന്നിട്ടുണ്ട്. ഇതുപയോഗിച്ച് നമുക്ക് ഇനി വേറെ സിസ്റ്റത്തിൽ OS ചെയ്യാനും എല്ലാം ഈ ഒരു CD നമുക്ക് യൂസ്ഫുൾ ആവും.